ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇമേജസ് എല്ലാം സൈസിലും അതേപോലെ ഡയമെൻഷനിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഫോം അപ്ലൈ ചെയ്യുക, എന്തെങ്കിലും ഒരു പോസ്റ്റിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് നമ്മുടെ PSCയിലോട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവർ പറയുന്ന ഒരു ഡയമെൻഷൻ പറയും, അതേപോലെ അവർ പറയുന്ന ഒരു ഇമേജിൻ്റെ സൈസ് അവർ പറയുന്ന ഒരു സൈസിലോട്ട് നമുക്ക് ആ ഒരു ഇമേജ് മാറ്റേണ്ടതുണ്ട്. ഞാനൊരു ടെസ്റ്റ് എന്നുള്ള നിലക്ക് ഈ ഒരു ഡയമെൻഷനിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ലൈസൻസ് PVC കാർഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കുന്ന ആ ഒരു സൈറ്റിലുള്ള ഡയമെൻഷനാണ്. ഞാൻ ആ ഒരു ഡയമെൻഷനിലോട്ട് എങ്ങനെയാണ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതേപോലെ ഇമേജസ് എല്ലാം അതിലോട്ട് മാറ്റുന്നതാണ് എന്നുള്ളതാണ്. ഇതേപോലെ ഡയമെൻഷനും സൈസും അതേപോലെ ഫയൽ ഫോർമാറ്റും എങ്ങനെ മാറ്റുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രൗസർ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, canva.com. അത് നിങ്ങളുടെ ബ്രൗസറിലൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിനകത്ത് നമുക്കൊരു അക്കൗണ്ട് വേണം. ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് ലോഗോണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് ആയിട്ടും അതേപോലെ ഇമെയിൽ ആയിട്ടും എല്ലാം നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വഴി. ഞാൻ അതുകൊണ്ട് ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യുന്നുണ്ട് ക്യാൻവയിൽ. ഇതാണ് ഈ ക്യാൻവയുടെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചർ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇത് മാത്രമേ ഞാനിവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെയ്യാനുള്ള ഫോട്ടോയുടെ ഡയമെൻഷൻ ഒന്ന് നോക്കി വെക്കുന്നുണ്ട്. 420 524 പിക്സലാണ് വേണ്ടത്. അതൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കേണ്ടത്. ഒരു ക്രിയേറ്റ് ഡിസൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കിടക്കുന്ന കസ്റ്റം സൈസ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കസ്റ്റം സൈസ് ഇവിടെ കൊടുക്കാം. 420 × 525 എന്നുള്ള പിക്സലിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡയമെൻഷനാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആ ഒരു സൈസാണ് ഇവിടെ എടുക്കുന്നുള്ളത്. ഇവിടെ നമുക്ക് പിക്സലിൽ വേണോ, ഇഞ്ചിൽ വേണോ, CMൽ വേണോ, അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. വിഡ്ത്തും ഹൈറ്റും സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നമ്മുടെ ആ കൊടുത്തിട്ടുള്ള ഒരു ഡയമെൻഷനുള്ള ഒരു ബ്ലാക്ക് സ്പേസ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് സ്പേസിലോട്ട് നമ്മുടെ ഇമേജ് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ മമ്മൂട്ടിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ പാസ്പോർട്ട് സൈസിയുടെ സൈഡിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേറൊരു വെബ്സൈറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ URL നെയിം എന്ന് പറയുന്നത് remove.bg എന്നാണ്. നിങ്ങളുടെ സെർച്ച് ബാറിൽ remove.bg എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിലോട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. remove.bg എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അതിനകത്ത് നമുക്ക് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പം ആ ഒരു ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ വീണ്ടും ക്യാൻവയിലോട്ട് പോയിട്ട് അപ്ലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള മമ്മൂട്ടിയുടെ ആ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇമേജ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഡയമെൻഷനിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡയമെൻഷനിലോട്ട് അത് വലിച്ച് സൈസ് ഫിറ്റാക്കി വെക്കാം. ഞാൻ നെറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ഇമേജ് ആയതുകൊണ്ടാണ് ഈ ഒരു ഇമേജിന് ജസ്റ്റ് ക്ലാരിറ്റി വ്യത്യാസം വരുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറയിലെടുത്ത പിക്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്ത് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കളറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഫ്രെയിമിൽ ഫിറ്റാക്കി വെക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കറക്റ്റ് നമ്മുടെ ഈ ഫ്രെയിമിൽ സെറ്റാക്കിയതിന് ശേഷം ഷെയർ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യാം. JPEG ഉണ്ട്, PDF ഉണ്ട്, PNG ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ഏതാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഇവിടെ JPEG എന്നുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഇമേജ് നമ്മൾ ചെയ്ത് വെച്ച് അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു 420x525 പിക്സലിൽ കറക്റ്റ് ആ ഒരു നമ്മൾ കൊടുത്ത ആ ഒരു ഡയമെൻഷനിൽ നമ്മൾ അത് ഡൗൺലോഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സിഗ്നേച്ചർ കൂടെ അവർ പറയുന്ന ഒരു ഡയമെൻഷനിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ പിക്സൽ എന്ന് പറഞ്ഞത് 256x64 പിക്സലിലോട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈന് നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈന് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യണം. നമ്മൾ നേരത്തെ എടുത്ത പോലെ സെയിം വെബ്സൈറ്റിൽ തന്നെ remove.bg എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. സിഗ്നേച്ചർ മാത്രം ആക്കിയിട്ട് എടുക്കാം. അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത്. ഞാനിത് വാട്സപ്പ് വഴി എടുത്ത ഫോട്ടോ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ക്ലാരിറ്റിയിൽ ചെറിയൊരു മാറ്റം വരുന്നത്. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ക്രിയേറ്റ് ഡിസൈനിൽ പോയിട്ട് കസ്റ്റം സൈസ് കൊടുക്കാം. നമ്മുടെ ഇമേജ് ഏത് കസ്റ്റം സൈസാണോ വേണ്ടത് ആ ഒരു സൈസിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി വിഡ്ത്ത് ഞാൻ 256 ഹൈറ്റ് 64 കൊടുത്തിട്ട് പിക്സൽ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഡയമെൻഷൻ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലോഡ്സ് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു
സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഡയമെൻഷനിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം കറക്റ്റ് ഇതിലോട്ട് മാറ്റിയതിന് ശേഷം ഏത് ഫോർമാറ്റാണോ നമുക്ക് വേണ്ടത് ആ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇമേജും ഡൗൺലോഡ് ആയിട്ടുണ്ട്. സിഗ്നേച്ചർ ഇമേജും ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള സെയിം ഡയമെൻഷൻ തന്നെ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതേപോലെ സിഗ്നേച്ചറും അവർ പറഞ്ഞിട്ടുള്ള അതേ ഒരു ഡയമെൻഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് അടുത്തതായിട്ട് അവർ പറഞ്ഞ സൈസാണ്, ഫയൽ സൈസ്. മാക്സിമം അത് 10 മുതൽ 20 KB വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിൻ്റെ സൈസ് നോക്കുമ്പോൾ 100 KB ഉണ്ട്. അത് നമുക്ക് KB റെഡ്യൂസ് ചെയ്തിട്ട് 10 മുതൽ 20 ആ ഒരു KB സൈസിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ ക്രോം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ വഴി നമുക്കൊരു സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് എടുക്കാം. pi7.org എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ആ ഫയൽ ഒന്ന് കംപ്രസ് ചെയ്തെടുക്കാം. ഈ കംപ്രസ് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് റെഡ്യൂസ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെലക്ട് ഇമേജിനകത്ത് നമുക്ക് ആ ഒരു ഇമേജ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെലക്ട് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ താഴെ ആക്ച്വൽ സൈസ് കാണിക്കുന്നുണ്ട്. അത് എത്ര KBയിലോട്ടാണോ നമുക്ക് മാറ്റേണ്ടത് അത് നമ്മളവിടെ കൊടുക്കാം. നമ്മളിതിപ്പോൾ 100 ആയിരുന്നു. ഞാനതൊരു 18 കൊടുത്തിട്ട് റെഡ്യൂസ് സൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഒരു 18 കൊടുത്തപ്പം ഒരു 17 മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, കാരണം നമുക്ക് 10 മുതൽ 20 വരെ ആണ് വേണ്ടത്. നമുക്ക് താഴെയുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സൈസ് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും 17 KB. അപ്പോൾ 100 എന്നുള്ളതിൽ നിന്ന് നമ്മൾ ആ ഒരു അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു സൈസിലോട്ട് നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ആകെ 3 KB ഉള്ളൂ. ശരിക്കും അത് 10 മുതൽ 20 KBക്ക് ഉള്ളിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇതിന് സൈസ് ഇൻക്രീസ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ ഈ സെയിം വെബ്സൈറ്റ് തന്നെ എടുക്കുന്നത്. നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ആ സെയിം സ്റ്റെപ്പ് തന്നെ. ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെഡ്യൂസ് ഇമേജ് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്ത് സെലക്ട് ഇമേജ് കൊടുക്കാം, നമ്മുടെ സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം, ഓപ്പൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ താഴെ അതിൻ്റെ ആക്ച്വൽ സൈസ് 3 KB കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ എത്രയിലോട്ടാണ് മാറ്റേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സൈസ് കൊടുക്കാം. ഞാനതൊരു 15ലോട്ട് റെഡ്യൂസ് എന്ന് കൊടുക്കാം. ആക്ച്വലി ഇവിടെ റെഡ്യൂസ് എന്നാണെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ ഒരു 10 KBയിലോട്ട് അത് മാറിയിട്ടുണ്ട്. 15 കൊടുത്തപ്പോൾ അതൊരു 10ലോട്ട് മാറിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു 20 കൊടുക്കാം. ഇമേജ് ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വൽ സൈസ് 3 ആണ്. ഞാൻ 20 കൊടുത്ത് റെഡ്യൂസ് കൊടുത്തു. 20 കൊടുത്തപ്പോൾ ഇവിടെ 15ലോട്ട് മാറിയിട്ടുണ്ട്. 10 മുതൽ 15 വരെയാണ് KB ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 20 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു 15 KB ഓക്കെയാണ്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഫ്രീ വെബ്സൈറ്റ് ആയതുകൊണ്ട് ഇതേപോലെ ആഡുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സിഗ്നേച്ചറും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് പോയിട്ട് നമ്മൾ അതിൻ്റെ സൈസ് ചെക്ക് ചെയ്യുമ്പോൾ ഇതാ 14.9 KBയിലോട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഫസ്റ്റ് നമ്മൾ കാണിച്ചതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 420 പിക്സൽ ടു 525 മാറ്റിയിട്ടുണ്ട്. സിഗ്നേച്ചറും മാറ്റിയിട്ടുണ്ട്. അതേപോലെ സൈസും ഇതേപോലെ മാറ്റിയിട്ടുണ്ട്. ഫയൽ ഫോർമാറ്റ് നമ്മൾ ക്യാൻവയിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏത് ഫോർമാറ്റാണോ വേണ്ടത് അതും നമുക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഏത് ഇമേജും ഇതേപോലെ കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്.